എല്ലാവരും ഏതൊന്നിലേക്കാണോ ഉറങ്ങിയിരിക്കുന്നത്, അദ്ദേഹം അതിൽ ഉണർന്നിരിക്കുന്നു. ആത്മാവിനെക്കുറിച്ചാണ്. അതിൽ എല്ലാവരും ഉറങ്ങിയിരിക്കുന്നു. അതിൽ അദ്ദേഹം ഉണർന്നിരിക്കുന്നു. വിഷയങ്ങളിൽ അദ്ദേഹം ഉറങ്ങിയിരിക്കുന്നു. സെൻ ബുദ്ധിസത്തിൽ ധ്യാനകേന്ദ്രങ്ങളുണ്ട്. അവർ സഞ്ചാരികളാണ്. ഒരു ധ്യാനകേന്ദ്രത്തിൽ വേറൊരാൾക്ക് ഒരു രാത്രി കഴിച്ചു കൂട്ടണമെങ്കിൽ അവർ സത്സംഗത്തിൽ ഏർപ്പെടണം. വരുന്ന ആൾ എന്തെങ്കിലും ശാസ്ത്രവിചാരം ചെയ്യുന്നവനാണോ എങ്കിൽ മാത്രമേ അയാളെ അവർ ആ ആശ്രമത്തിൽ താമസിപ്പിക്കൂ. തർക്കം ഒരു വിഷയമാണവിടെ. ഒരു ആശ്രമത്തിൽ ജ്യേഷ്ഠാനുജന്മാരാണ് അധിപന്മാരായിട്ടിരിക്കുന്നത്. ജ്യേഷ്ഠൻ വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന് തീരെ സുഖമില്ല. അനുജൻ ജ്ഞാനിയൊന്നുമല്ല. മാത്രമല്ല, അനുജന് ഒരു കണ്ണേയുള്ളൂ, അജ്ഞാനിയുമാണ്. ജ്യേഷ്ഠൻ പറഞ്ഞു, എനിക്ക് വയ്യ, നാം കിടക്കുകയാണ്. ആരെങ്കിലും വന്നാൽ നീ അവരെ മൗനസംവാദം ചെയ്യിക്കൂ. അപ്പോൾ ഒരു ബുദ്ധഭിക്ഷു കയറി വന്നു. അവർ തമ്മിൽ വാഗ്വാദം നടന്നു. വന്ന ഭിക്ഷു പിന്നീട് ഓടുകയാണ്. ഓടുന്ന കൂട്ടത്തിൽ ജ്യേഷ്ഠൻ്റെ കതക് മുട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, നാം പോവുകയാണ്. നാം പരാജയപ്പെട്ടു. അങ്ങയുടെ അനുജൻ മഹാജ്ഞാനി. എന്താണ് ഉണ്ടായത്? അദ്ദേഹം ചോദിച്ചു. ബുദ്ധസന്യാസി വിവരിച്ചു. മൗനസംവാദം ആണെന്നറിഞ്ഞുകൊണ്ടു തന്നെ നാം ബുദ്ധനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഒരു വിരൽ കാണിച്ചു. ഉടൻ അദ്ദേഹം ബുദ്ധൻ മാത്രമല്ല സംഘവും കൂടിയുണ്ട് എന്നതിൻ്റെ പ്രതീകമായി 2 വിരൽ കാണിച്ചു. അപ്പോൾ നാം 3 വിരൽ കാണിച്ചു. ധർമ്മം ശരണം ഗച്ഛാമി. ഉടനെ അദ്ദേഹം മുഷ്ടി ചുരുട്ടി എൻ്റെ നേരെ കാണിച്ചു. എല്ലാം ഒന്നിൽ നിന്നാണ് എന്ന് കാണിക്കാൻ. പിന്നെ എനിക്ക് പരാജയപ്പെടുകയേ നിവർത്തിയുള്ളൂ. ആ സത്തയിൽ നിന്നാണ് ഇതെല്ലാം ആവിർഭവിച്ചതെന്ന് കാണിച്ച് അദ്ദേഹം വളരെ എളുപ്പത്തിൽ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് നാം ഇവിടെ നിൽക്കുന്നില്ല, അടുത്ത ആശ്രമത്തിലേക്ക് പോവുകയാണ്. ഭിക്ഷു പോയി. അപ്പോഴേക്കും അനുജൻ വന്നു. അവനെ നീ തോൽപ്പിച്ചു കളഞ്ഞല്ലോ എന്ന് ജ്യേഷ്ഠൻ പറഞ്ഞു. അവൻ ഇത്രയും വൃത്തികെട്ടവനാണെന്ന് നാം അറിഞ്ഞില്ല. അനുജൻ ചോദിച്ചു. ജ്യേഷ്ഠനല്ലേ പറഞ്ഞത് ആളുകളോട് മര്യാദയ്ക്ക് പെരുമാറാൻ? അവൻ വന്നയുടനെ കാണിച്ചത് ഞാൻ ഒറ്റക്കണ്ണൻ എന്നാണ്. മര്യാദയുടെ പേരിൽ നിങ്ങൾക്ക് 2 കണ്ണുണ്ടല്ലോ എന്ന അർത്ഥത്തിൽ ഞാൻ 2 കാണിച്ചു. ഉടനെ അവൻ പറയുകയാണ്, നമുക്ക് 2 പേർക്കും കൂടി 3 കണ്ണല്ലേ ഉള്ളൂ എന്ന്. പിന്നെ എനിക്ക് ക്ഷമ നശിച്ചു. ഞാൻ മുഷ്ടി ചുരുട്ടിയിട്ട് പറഞ്ഞു, ഇനിയെന്തെങ്കിലും പറഞ്ഞാൽ നിന്നെ ഞാൻ ശരിയാക്കും. വലിയ വിചാരം ചെയ്യേണ്ട കഥയാണിത്. അപ്പോൾ നമ്മളൊക്കെ എന്തിലാണ് എപ്പോഴും ഉണർന്നിരിക്കുന്നത്? അവൻ അതിലാണ് ഉറങ്ങിയിരിക്കുന്നത്. ഇവർ തമ്മിൽ സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മളൊക്കെ ഏതിലേക്ക് ഉണർന്നിരിക്കുന്നുവോ മുനി അതിൽ ഉറങ്ങിയിരിക്കുന്നു. മുനി ഏതിൽ ഉണർന്നിരിക്കുന്നു, നാം അതിൽ ഉറങ്ങിയിരിക്കുന്നു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.